ഐഡിയേഴ്സ് എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും എവിടെ? ഒന്ന് ക്യാമറയിൽ വന്ന എല്ലാവരും. നല്ലൊരു സ്പീച്ചായിട്ട് ഞങ്ങൾ വന്നിരിക്കുമ്പോ ഞങ്ങൾക്ക് മുന്നേ ഒന്ന് ക്യാമറയിൽ വരും. നിങ്ങളാണ് ഞങ്ങളുടെ ഊർജം. എല്ലാവരും ഒന്ന് ക്യാമറയിൽ വന്ന് ഒന്ന് കാണട്ടെ. വെരി വെരി ഓക്കെ. അപ്പൊ ഞാന് എന്നൊന്ന് പരിചയപ്പെടുത്താം. ഐ ആം സുലൈഖ, പേഴ്സണൽ എംപവർമെന്റ് കോച്ച് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ട്രെയിനർ. ഞാൻ ഈ റിട്ടോറിയ ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. അതിലെ സെക്കൻഡ് ബാച്ച് സ്റ്റുഡന്റ് ആണ് ഞാൻ. അപ്പൊ ഞാൻ അതിന്റെ എക്സ്പീരിയൻസ് അനുഭവിച്ചറിഞ്ഞ ഒരാൾ എന്ന നിലയിൽ അതിനെക്കുറിച്ചൊന്ന് പറയാം. അതല്ല എന്റെ ഡ്യൂട്ടി എങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്ന് പറയാം. റിട്ടോറിയ ഈ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് സംസാരിക്കാൻ ഒരു കോൺഫിഡന്റ് ഇല്ല. നമ്മൾ ആരോ ആയിക്കൊള്ളട്ടെ, ഒരു രക്ഷിതാവോ ഒരു പ്രൊഫഷണൽസോ ആരോ ടീച്ചറോ ആരോ ഏത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഒരാളുടെ മുന്നിൽ സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അത് വളരെ ഒരു പരാജയമാണ്. അപ്പൊ നമുക്ക് ഒരാളുടെ മുന്നിൽ കോൺഫിഡന്റ് ആയി സംസാരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഓൾഡ് ജനറേഷനിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക, ഇൻസ്റ്റഗ്രാം റീൽസ്, അങ്ങനെ പലതും. അതിലുപരി നമ്മൾ പല ഇന്റർവ്യൂകളും അറ്റൻഡ് ചെയ്ത് സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂവിൽ എങ്ങനെ അറ്റൻഡ് ചെയ്താലാണ് നമുക്കൊരു ജോലി കിട്ടുക. അങ്ങനെ പല കാര്യങ്ങളും ഈ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ഇതിൽ കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലുപരി ഈ കോഴ്സിന്റെ 2 മഹത് വ്യക്തികൾ, കോ ഫൗണ്ടർമാർ, നമ്മുടെ ട്രെയിനർമാരായ ലൈല മാം ആൻഡ് റസീന മാം, ഇവരെ എന്റെ ഡ്യൂട്ടി വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇവരെ ഞാൻ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം റസീന മാം ആൻഡ് ലൈല മാം. അടുത്തതായി നമുക്ക് ഒന്നിനും സമയമില്ല എന്ന് വേവലാതി പറഞ്ഞ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന, നമുക്ക് മുന്നിൽ ടൈം മാനേജ്മെന്റ് എന്ന വിഷയവുമായി എത്തിയിട്ടുള്ള, റാസൽ കൈമയിൽ നിന്ന് എത്തിയിട്ടുള്ള എന്റർപ്രണർ ആയിട്ടുള്ള സബ മാമിനെ വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം സബ മാം. നെക്സ്റ്റ് നമുക്ക് ഓട്ടോ താങ്ക്സ് പറയുവാനായി എത്തിയിട്ടുള്ള ഷമീന മാം, 3rd ബാച്ച് സ്റ്റുഡന്റ് ആയ ഷമീന മാമിനെയും ഞാൻ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അതിലുപരി എന്നും ഞങ്ങളുടെ പ്രോഗ്രാമിനെ കൂടുതൽ ഊർജം തന്ന് ഫീഡ്ബാക്കുകൾ അറിയിച്ച് ഞങ്ങൾക്ക് മുന്നിൽ ഊർജസ്വലരായി ഇരിക്കുന്ന ഈ ഓഡിയൻസിനെ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഊർജ ശ്രോതാക്കളായ ഈ ഓഡിയൻസ്, വെൽക്കം ഡിയേഴ്സ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ നല്ലൊരു സ്പീച്ച് കേൾക്കാനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഇന്ററാക്റ്റീവ് ആയിരിക്കുക. ഒരു 1-2 ആൾക്കാരൊക്കെ 2 ആൾക്കാരെ മാത്രമേ ഞാൻ വീഡിയോയിൽ കാണുന്നുള്ളൂ കേട്ടാ. എല്ലാവരും ഒന്ന് വീഡിയോയിൽ കാണട്ടെ. ഒളിച്ചിരിക്കുമ്പോ നമുക്കൊരു ഊർജം ഉണ്ടാവില്ലല്ലോ ഈ പറയുന്ന ആൾക്കാർക്ക്, അല്ലെ? നല്ലൊരു സബ്ജക്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പൊ നമ്മൾ ഈ സ്പീച്ച് പറയുവാനായി സബ മാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓവർ ടു യു സബ മാം. താങ്ക് യു സുലൈഖ മാം. സമയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ്, അല്ലെ? ചിലർ ആ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ചിലരാകട്ടെ സമയമില്ല എന്ന പരാതിയുമായി ജീവിക്കുന്നു. എന്റെ പേര് സബ. ഞാനൊരു ഓൺട്രപ്രണർ ആണ്. റിട്ടോറിയ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ബാച്ച് 4 സ്റ്റുഡന്റും കൂടിയാണ്. ഇന്നത്തെ എന്റെ ടോപ്പിക് ടൈം മാനേജ്മെന്റ്. ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ നന്നായി സമയം മാനേജ് ചെയ്യുന്ന ആൾക്കാരാണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ടൈം നന്നായി മാനേജ് ചെയ്യാൻ സാധിക്കാറുണ്ടോ നിങ്ങൾക്ക്?
ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. സോ ടൈം മാനേജ്മെന്റ് എന്തിനാണ് നമ്മൾ സമയം മാനേജ് ചെയ്യുന്നത്? നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചിട്ടുള്ള 24 hours ആണ്. പണക്കാരനാവട്ടെ, പാവപ്പെട്ടവനാകട്ടെ, ഇനി വയസ്സായ ഓൾഡ് ഓർ യങ്, എല്ലാവർക്കും 24 hours ആണ് ഉള്ളത്. ആ 24 hours എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്വാണ്ടിറ്റി നമുക്ക് ഫിക്സ്ഡ് ആണ്, 24 hours മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ക്വാളിറ്റി കൂട്ടാം അതിനെ നന്നായിട്ട് മാനേജ് ചെയ്തുകൊണ്ട്. നമ്മൾ എന്താണ് സമയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് യൂഷ്വലി നമ്മൾ ചിന്തിക്കാറ് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ്. നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, യെസ്റ്റർഡേ ഇസ് എ ക്യാൻസൽഡ് ചെക്ക്, ടുമാറോ ഇസ് എ പ്രോമിസറി നോട്ട്, ടുഡേ ഇസ് ദ റെഡി ക്യാഷ്. അതായത് പാസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞു പോയതാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം, അതിനെ പ്ലാൻ ചെയ്യാം. പക്ഷെ പ്രസന്റ് എന്നുള്ളതാണ് നമ്മളുടെ കയ്യിലുള്ളത്. സോ ടൈം മാനേജ്മെന്റിൽ നമ്മൾ പ്രസന്റിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എന്താണ് ടൈം മാനേജ്മെന്റ്? ടൈം മാനേജ്മെന്റ് ആക്ച്വലി ലൈഫ് മാനേജ്മെന്റ് ആണ്. ആസ് ലോങ് ആസ് യു ഹാവ് ലൈഫ്, യു ഹാവ് ടൈം. നമ്മളുടെ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മളുടെ സമയവും തീരും. സോ നമ്മളുടെ ടൈമിന് വാല്യൂ കൊടുക്കുന്നു എന്നതിനർത്ഥം നമ്മളുടെ ജീവിതത്തിന് വാല്യൂ കൊടുക്കുന്നു എന്നാണ്. വൈ ഷുഡ് വി മാനേജ് ടൈം? ഞാൻ ഓൾറെഡി പറഞ്ഞു, ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അസെറ്റ് ആണ്. 24 hours എന്നുള്ളത് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് തിരിച്ചെടുക്കാനും സാധിക്കില്ല. ടൈം മാനേജ്മെന്റിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സ്ട്രെസ് കുറയ്ക്കാം, ആങ്സൈറ്റി കുറയ്ക്കാം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നന്നായി ടൈം മാനേജ് ചെയ്ത ഒരുപാട് ഫ്രീ ടൈമും നമുക്ക് കിട്ടും. സോ നിങ്ങളുടെ 24 hours എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കിയാലോ. ഈ 24 hours എന്നുള്ളത് നമുക്ക് 8 hoursന്റെ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ട് യുവർ ഡേ ഇൻടു 8 + 8 + 8 hours. ഫസ്റ്റ് വൺ വരുന്നത് റീജുവനേറ്റേറ്റ്, സെക്കൻഡ് റീകണക്റ്റേറ്റ്, തേർഡ് റെസ്പോൺസിബിളേറ്റ്. റീജുവനേറ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ റീജുവനേറ്റേറ്റ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മളുടെ അടുത്ത 2 ബ്ലോക്ക്, അതായത് റീകണക്റ്റേറ്റും റെസ്പോൺസിബിളേറ്റും നമുക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കില്ല. അതായത് 8 hours സ്ലീപ്പ് എന്നുള്ളത് ആരോഗ്യപരമായി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്ലീപ്പ് ഏർലി, റൈസ് ഏർലി എന്നുള്ള കൺസെപ്റ്റ് ആണ്. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അവരൊക്കെ ഈ 8 hours നിങ്ങൾ മാനേജ് ചെയ്ത് കണ്ടെത്തി മാക്സിമം മിനിമം 6 hours എങ്കിലും ഉറങ്ങാൻ നോക്കുക. പിന്നെ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേറ്റ അതിന്റെ ഗുണങ്ങൾ വേറെ തന്നെയാണ്. ഏർലി മോർണിംഗ്സ് വിൽ ഗിവ് യു അൺഇൻറ്ററപ്റ്റഡ് ടൈം. ഒരു ശാന്തമായ ഒരു സമയം നമുക്ക് കിട്ടും. നമുക്ക് അത് പല രീതിയിൽ യൂസ് ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഫോൺ ഒരിക്കലും ഉറങ്ങുന്നതിന് മുമ്പ് യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മളുടെ ക്വാളിറ്റി സ്ലീപ്പിനെ ഇല്ലാതാക്കും, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആക്കും. നമ്മൾ ഫോണിൽ എന്താണോ കണ്ടത് അതായിരിക്കും നമ്മുടെ സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യുക. അതായത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള സ്ലീപ്പ് ആയിരിക്കും. സോ ഈ രീതിയിൽ നിങ്ങളെ റീജുവനേറ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 8 hours സ്ലീപ്പ് ചെയ്യാൻ ശ്രമിക്കുക, എനർജൈസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് റീകണക്റ്റേറ്റ്. ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം, മക്കളുമായിട്ട്, പാർട്ട്ണറുമായിട്ട്, പാരൻസുമായിട്ട്, പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് റീകണക്റ്റേറ്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സെൽഫായിട്ട് റീകണക്ട് ചെയ്യാം. അതായത് ബുക്ക് വായിക്കാം, മെഡിറ്റേറ്റ് ചെയ്യാം, നമ്മളുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. പിന്നെ കൂടുതൽ പഠിക്കാൻ ആ സമയം ഉപയോഗിക്കാം. അതായത് പേഴ്സണൽ ഗ്രോത്തിനാവട്ടെ, പ്രൊഫഷണൽ ഗ്രോത്തിനാവട്ടെ, ലേണിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ.
പിന്നെ ഈ റീകണക്ട് ഡേറ്റില് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അൺപ്ലാൻഡ് ടൈം. എല്ലാ സമയവും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് പോകാൻ പറ്റില്ല. കുറച്ച് അൺപ്ലാൻഡ് ആയിട്ട് ടൈം മാറ്റി വെക്കുക. സോ വി ക്യാൻ ഡു അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ആ സമയത്ത് ചെയ്യാം. ഈ റീകണക്ട് ഡേറ്റ് വരുന്നത് നമ്മളുടെ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് മുതൽ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയം വരെയുള്ള ആ ഒരു ടൈം. ഇപ്പൊ വീട്ടിലെ ജോലി ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാം. ജോലിയുള്ള സമയം റെസ്പോൺസിബിലിറ്റിയിലാണ് വരുന്നത്. സോ ഫസ്റ്റ് 4 hours മോർണിംഗ് നിങ്ങൾക്ക് റീകണക്ട് ഡേറ്റിന് കിട്ടും. ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ വൈകുന്നേരം ഉള്ള സമയം 4 hours അങ്ങനെ കിട്ടും. ചിലപ്പോൾ ആ 4 hours എന്നുള്ളത് ഫിക്സ്ഡ് അല്ല, നിങ്ങളുടെ ജോലി അനുസരിച്ചിരിക്കും. സോ യു ക്യാൻ ഗെറ്റ് ദാറ്റ് 8 hours ഫോർ റീകണക്ഷൻ. ഇനി മൂന്നാമത്തത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഉത്തരവാദിത്തത്തിന്റെ സമയം. 8 hours എന്ന് പറയുന്നത് നമ്മൾ ജോലിയുള്ള സമയം. ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ പ്രൊഫഷൻ ആയിട്ടുള്ള സമയം. വീട്ടില് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ഇനി ഹൗസ് വൈഫ് ആയിരിക്കും, എന്നാലും അവർക്ക് അവരുടേതായ ജോലികളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വരുന്നതാണ് റെസ്പോൺസിബിലിറ്റി. സോ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യണം. പ്രൊഫഷണൽ ഗോൾസും ഡെയിലി ആൻഡ് വീക്ക്ലി ഗോൾസ് സെറ്റ് ചെയ്യണം. ഗോൾസ് സെറ്റ് ചെയ്താലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സമയത്തെ നമുക്ക് നന്നായി മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ റെസ്പോൺസിബിലിറ്റി നമ്മൾ നെക്സ്റ്റ് ഡേയിലുള്ള റെസ്പോൺസിബിലിറ്റിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് വേണം അവസാനിപ്പിക്കാൻ. കാരണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ വർക്ക് ടെൻഷൻ റീകണക്ട് ഡേറ്റിനെ ബാധിക്കും. അതുമാത്രമല്ല, പ്ലാൻ ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ഡേ വരുന്ന റെസ്പോൺസിബിലിറ്റി കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ റെസ്പോൺസിബിലിറ്റി വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 8 hours എന്നുള്ള വർക്ക് ചിലപ്പോൾ നമുക്ക് 4 മണിക്കൂർ വർക്ക് ചെയ്താൽ പിന്നെയും ഫ്രീ ടൈം കിട്ടും. യു ക്യാൻ കണക്ട് വിത്ത് യുവർ കൊളീഗ്സ് ആൻഡ് ഓൾ. ഓക്കെ, ഇതാണ് 24 hours. നെക്സ്റ്റ് വരുന്നത് സ്റ്റീഫൻ കോവേ, ഫേമസ് ഓതറും ഫസ്റ്റ് റൈറ്ററുമായ ട്രെയിനറുമായ സ്റ്റീഫൻ കോവേ ഡെവലപ്പ് ചെയ്തെടുത്ത മെട്രിക്സ് ആണ് സ്റ്റീഫൻ കോവേ ടൈം മാനേജ്മെന്റ് മെട്രിക്സ്. ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അർജന്റ് ആണോ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ബേസ് ചെയ്തിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് 4 ക്വാഡ്രന്റ് ആണുള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നത് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്, അതായത് പ്രാധാന്യമുള്ളതും അടിയന്തരാവസ്ഥ ഉള്ളതുമായ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നാളെ എക്സാം ആണ്, അപ്പൊ ഇന്ന് നമുക്ക് പഠിച്ചേ പറ്റൂ, അതിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. അത് ഡെഡ് ലൈൻ ഡ്രിവൺ പ്രോജക്റ്റിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം നാളെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. പിന്നെ ക്രൈസിസ്, എമർജൻസീസ്, പിന്നെ പെട്ടെന്ന് വരുന്ന ഹെൽത്ത് ഇഷ്യൂസ്, മെഡിക്കൽ എമർജൻസീസ് ആവാം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കസ്റ്റമർ കംപ്ലൈന്റ്, അർജന്റ് റിക്വസ്റ്റ്, പിന്നെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്സ് ഓർ അപ്പോയിന്റ്മെന്റ്സ്. ഇതൊക്കെ അതായത് ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അർജന്റും ഇമ്പോർട്ടന്റുമായ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ഓഫ് നെസസിറ്റി എന്നും ഇതിന് പറയും. കാരണം അത് അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഈ ക്വാഡ്രന്റിൽ വരും. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ്. അത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അർജന്റ് അല്ല. എക്സാമ്പിൾ, ഇപ്പൊ നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ എക്സസൈസ് അത്യാവശ്യമാണ്. പിന്നെ ചിട്ടയ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഈ ക്വാഡ്രന്റിൽ വരുന്നത്. എക്സസൈസിങ് ആൻഡ് സെൽഫ് കെയർ, പിന്നെ പ്ലാനിങ്, പിന്നെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, അതായത് ഫാമിലി ആയിട്ടുള്ള ടൈം, പാർട്ട്ണറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ ലോങ് ടേം ഗോൾ സെറ്റിംഗ്. അതായത് നമ്മളുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ക്വാഡ്രന്റ് ആണിത്. അതുകൊണ്ടാണ് ഇതിനെ ക്വാഡ്രന്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ അത് നോട്ട് അർജന്റ് അല്ല, പക്ഷെ അത് നമ്മൾ പ്ലാൻ ചെയ്യണം. സെൽഫ് മോട്ടിവേഷൻ കൊടുത്താലേ നമുക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റൂ. ഇനി തേർഡ് ക്വാഡ്രന്റ് ഭയങ്കര ട്രിക്കി ക്വാഡ്രന്റ് ആണ്.
എന്താ പറയാ, നമ്മളെ പറ്റിക്കപ്പെടുന്ന ഒരു ക്വാഡ്രന്റ് ആണ്. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നു, അർജന്റ് ആണെന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്, പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് അല്ലാത്ത ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു ഫോൺ കോൾ ആയിരിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഇമെയിൽസ്, ആവശ്യമില്ലാത്ത ഒരുപാട് ഇമെയിൽസ് ഉണ്ട്, നമ്മൾ ചെക്ക് ചെയ്ത സമയം കളയാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻ, അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ അർജന്റ് ആണെന്ന് വിചാരിച്ച് നോക്കും, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല. സോ അതുകൊണ്ടാണ് ഇതിനെ ക്വാഡ്രന്റ് ഓഫ് ഡിസെപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. ചില കാര്യങ്ങൾ നമുക്ക് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ചില മീറ്റിംഗ്സ് ഒക്കെ നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടാവില്ല, അപ്പോൾ നമ്മളുടെ ടീംമേറ്റ്സിനെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കാം. സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്യുക. അതുമൂലം നമ്മളുടെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. നമുക്ക് ആ സമയം ക്വാഡ്രന്റ് ഓഫ് ക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ഫോർത്ത് വരുന്ന ക്വാഡ്രന്റ് ആണ് നോട്ട് അർജന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്. അതായത് ലൈഫിൽ തീരെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. മൈൻഡ്ലെസ് സ്ക്രോളിംഗ് ഓൺ സോഷ്യൽ മീഡിയ, വാച്ചിങ് TV ഓർ പ്ലേയിങ് വീഡിയോ ഗെയിംസ്, പിന്നെ ഷോപ്പിംഗ് ഫോർ തിങ്സ് യു ഡോണ്ട് നീഡ്. അതായത് ആവശ്യമില്ലാത്ത ഷോപ്പിംഗ്, ആവശ്യമില്ലാത്ത ചില ആൾക്കാരുണ്ടാവും വെറുതെ ഇങ്ങനെ ഷോപ്പിൽ കറങ്ങി ടൈം വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, സോ നമ്മൾ ശരിക്കും ടൈം മാനേജ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. മാക്സിമൈസ് ദ ടൈം തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും സമയം കുറച്ച് സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാം. അതുമൂലം നമ്മളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, നിങ്ങളൊക്കെ ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ? സോ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞ ഒരു കോട്ട് ഉണ്ട്. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ എന്നുള്ളത്. അതായത് നമ്മൾ പ്ലാൻ ചെയ്യാൻ പരാജയപ്പെടുകയാണെങ്കിൽ നമ്മൾ പരാജയപ്പെടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലെസ് ടൈമിൽ നമുക്കത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് ഔട്ട് ആവില്ല നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ. സോ നിങ്ങൾ ഇന്ന് മുതൽ നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ ഈ രീതിയിലൊന്ന് എഴുതുക. അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്, ഇമ്പോർട്ടന്റ് ആൻഡ് നോട്ട് അർജന്റ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സ്ക്രീന്. അപ്പൊ ഈ രീതിയിൽ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ സമയം കൂടുതൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഏതൊരു കാര്യത്തിനും ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടായാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെ? സോ ടിപ്സ് ആൻഡ് ട്രിക്സ് ഓഫ് ടൈം മാനേജ്മെന്റ്. ഫസ്റ്റ് വരുന്നത് ടൊമാറ്റോ ടൈമർ ഓർ പൊമോഡോറോ ടെക്നിക്. പൊമോഡോറോ ടെക്നിക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് പറയണേ ചാറ്റ് ബോക്സിൽ. പൊമോഡോറോ ടെക്നിക് എന്ന് പറയുന്നത് നമ്മൾക്ക് ഫോക്കസ് വേണ്ട ടാസ്ക് അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്. എസ്പെഷ്യലി ഇത് സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിന് പകരം 25 മിനിറ്റ്സ് പഠിച്ചു, പിന്നെ 5 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്തു, അങ്ങനെ 25 മിനിറ്റ്സ്, അങ്ങനെ 4 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്ത് പിന്നെ ലോങ് ബ്രേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം 5 മിനിറ്റ്സ് ബ്രേക്ക് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ടയർഡ്നെസ് ഉണ്ടാവില്ല, ഫോക്കസ് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ടെക്നിക്ക് നമ്മൾക്ക് ഇപ്പോ ഒരു കാര്യം പിന്നെ ചെയ്യാം, അത് സമയം കിട്ടുന്നില്ല എന്നൊക്കെ കംപ്ലൈന്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. ബുക്ക് റീഡിംഗ് ഒക്കെ നമുക്ക് 25 മിനിറ്റ്സ് എന്നുള്ള 25 മിനിറ്റ്സ് തന്നെ വെക്കണം എന്നില്ല. യു ക്യാൻ ഡു ഇറ്റ് 10 മിനിറ്റ്സ് വെച്ചാലും മതി. 10 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് ബുക്ക് വായിച്ച് 5 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യാം. അപ്പൊ ആ ബുക്ക് വായിക്കുമ്പോൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ഉണ്ടാവും. അങ്ങനെ നോക്കിയാൽ നിങ്ങൾ വീക്ക്ലി എത്ര മിനിറ്റ്സ് ബുക്ക് വായിക്കും? സോ ഈ രീതിയിൽ നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ നോക്കൂ. ഒരുപാട് ടൈം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് സമയം ഉള്ളതുപോലെ തോന്നും. കാരണം ഡിസ്ട്രാക്ഷനോട് കൂടി ചെയ്യുന്നതിനേക്കാൾ ഫോക്കസ് കൂടി ചെയ്യുമ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ ചെയ്യേണ്ട കാര്യം അരമണിക്കൂറോട് തീരും.
സോ നെക്സ്റ്റ് ടിപ്പാണ് ഡോണ്ട് ഓവർ സ്റ്റഫ്. നിങ്ങളെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറയ്ക്കരുത്. അതായത് ഒരുപാട് ഇന്ന സമയം എന്ന് പറഞ്ഞാൽ ഓവർലോഡ് ചെയ്യരുത്. അത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. സോ ലിമിറ്റ് യുവർ ടു ഡു ലിസ്റ്റ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പോർട്ടന്റ് ആണ്, അർജന്റ് ആണ്, ആ രീതിയിൽ ഒന്ന് സോർട്ട് ചെയ്ത് നിങ്ങൾ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. തേർഡ് വൺ, മാനേജ് പ്രോകാസ്റ്റിനേഷൻ. പ്രോകാസ്റ്റിനേഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ, നീട്ടിവെക്കുന്ന സ്വഭാവം. നമ്മൾ രാവിലെ തന്നെ തുടങ്ങും, അലാം സെറ്റ് ചെയ്ത് 5 മിനിറ്റ് കഴിയട്ടെ അങ്ങനെ പറഞ്ഞ് നീട്ടിവെച്ച് അങ്ങനെ കുറെ സമയം കളയാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് പകരം ആ പ്രോകാസ്റ്റിനേഷന്റെ തോട്ട് വരുമ്പോൾ തന്നെ ഡു ഇറ്റ് നൗ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ പ്രോകാസ്റ്റിനേഷൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡോൺ ഓവർ സ്റ്റഫ് എന്ന് പറഞ്ഞു. അപ്പൊ ചില ആക്ടിവിറ്റീസ് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് മാറ്റേണ്ടി വരും. ആ പിറ്റേ ദിവസം എന്നുള്ളത് ആ ദിവസം തന്നെ ചെയ്യണം. വീണ്ടും അത് പ്രോകാസ്റ്റിനേഷൻ ചെയ്യരുത്. അതാണ് മാനേജ് പ്രോകാസ്റ്റിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ലേൺ ടു സേ നോ. അതായത് എല്ലാ കാര്യത്തിനും നമ്മൾ എസ് പറഞ്ഞാൽ നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല. സോ വളരെ പൊളൈറ്റ് ആയിട്ട് റൂഡ് ആവാതെ നോ പറയാൻ പഠിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ നോ പറയുന്നത് എന്നുള്ള റീസണും കൂടി നമ്മൾ പറയാം, അപ്പൊ മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഫിഫ്ത് വൺ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഡെലിഗേറ്റ്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇപ്പൊ വീട്ടിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, പാർട്ട്ണറെ ഹെൽപ്പ് തേടാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കായിട്ട് കുറച്ച് സമയം കിട്ടും. സോ വി ക്യാൻ ഇൻക്രീസ് അവർ പ്രൊഡക്ടിവിറ്റി. ഇനി അടുത്തത് സിക്സ്ത് വൺ, മൾട്ടി ടാസ്കിങ് ഓർ നോട്ട്. ചില കാര്യങ്ങളിൽ മൾട്ടി ടാസ്കിങ് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യം വെജിറ്റബിൾ കട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ആ സമയത്ത് പോഡ്കാസ്റ്റ് കേൾക്കാം, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആ സമയം ഉപയോഗിക്കാം. പിന്നെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും, അപ്പോൾ ആ രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നടക്കാൻ പോകുമ്പോൾ പോഡ്കാസ്റ്റ് കേൾക്കാം. അങ്ങനെ ഫോക്കസ് അധികം വേണ്ടാത്ത കാര്യങ്ങളിൽ നമ്മൾക്ക് മൾട്ടി ടാസ്ക് ചെയ്യാം. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. സോ നമ്മൾ അത് സോർട്ട് ഔട്ട് ചെയ്ത് ഏതിൽ മൾട്ടി ടാസ്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അതിനനുസരിച്ച് മാനേജ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഓഫ് ടൈം മാനേജ്മെന്റ്. ഇനി എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. ടൈം മാനേജ്മെന്റ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, വി ക്യാൻ മേക്ക് ടൈം ഫോർ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ബൈ സേയിങ് നോ ടു വാട്ട് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യത്തിന് വേണ്ടി സമയം കണ്ടെത്തണമെങ്കിൽ ഇല്ലാത്ത കാര്യത്തിനോട് നോ പറയണം. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എഫക്റ്റീവായി മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളുടെ സമയം നന്നായി മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് റസീന മാം ആൻഡ് ലൈല മാം ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. പിന്നെ എന്റെ സമയം വാല്യൂ ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ സമയം വാല്യൂ ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഓൾ ഓഫ് യു. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ സെഷന് വേണ്ടി മാറ്റിവെച്ചതിന് താങ്ക് യു. ഓവർ ടു യു സുലൈഖ മാം. ഡിയേഴ്സ്, നമ്മളൊരു സൂപ്പർ സെക്ഷൻ അറ്റൻഡ് ചെയ്തല്ലേ. ഇതിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടോ? ടൈം മാനേജ്മെന്റിൽ ഈ ക്ലാസ് കേട്ടതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഇല്ലാന്ന് വിചാരിക്കണു. ആരും എല്ലാം മനസ്സിലായി, എല്ലാരും ഓക്കെയാണ് ക്ലാസ് കേട്ട്. അപ്പൊ ഞാന് റിട്ടോറിയയുടെ ഒരു നെക്സ്റ്റ് പബ്ലിക് സ്പീക്കിംഗ് സെക്ഷൻ ബാച്ച് ആരംഭിക്കുന്നുണ്ട് ഈ മന്തിൽ തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യും. അതിൽ കയറി ചോദിക്കാം, നമ്പർ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്ത് നല്ലൊരു
സ്പീക്കർ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നതിലുപരി നിങ്ങൾക്ക് എവിടെയും ചെന്നൊരു കോൺഫിഡന്റ് ആയി സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഞങ്ങളൊക്കെ അതിന് ഇപ്പോ സാക്ഷികളാണ്. ഇവരുടെ ഈ അറ്റംപ്റ്റിന് ഇവരുടെ കയ്യിലണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സ്കില്ലാണ് എവിടെയാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് അവര് നിങ്ങളെ എത്തിപ്പെടുത്തും. ഞാനൊരു അധ്യാപികയായിരുന്നു, ടീച്ചറായിരുന്നു. ആ ടീച്ചർ എന്ന നിലയിൽ നിന്ന് ഞാനിപ്പോ ഒരു ട്രെയിനർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിയത് ഇവരുടെ പ്രയത്നഫലം കൊണ്ട് മാത്രമാണ്. താങ്ക് യു റസീന മാം, അറിയില്ല മാം. അപ്പൊ അവരോട് ഈ താങ്ക് യു അറിയിക്കുകയാണ് ഞാൻ. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് എത്തിയിട്ടുള്ള തേർഡ് ബാച്ച് സ്റ്റുഡന്റ് ഷെമീന മാമിന്. ഓവർ ടു യു ഷെമീന മാം. വെൽക്കം. താങ്ക് യു സുലൈഖ മാം. ഞാൻ ഷെമീന, കട്ടൂരുടെ തേർഡ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. നമുക്ക് വളരെ നല്ലൊരു സെഷനാണ് സെബാ മാം തന്നിട്ടുള്ളത് അല്ലേ? സെബാ മാമിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ സെഷൻ വളരെ നന്നായി എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. റെറ്റോറിയൽ വരുന്നതിന് മുമ്പ് ഇപ്പോ സ്കൂളിൽ നിന്ന് ടീച്ചറെ 2 വാക്ക് സംസാരിക്കാന്ന് വെച്ച് മൈക്ക് കാണുമ്പോൾ രാജവെമ്പാലയത്തെ കണ്ടതുപോലെ ഓടിപ്പോവുമായിരുന്നു. ഇത്രയും കോൺഫിഡൻസോടെ നിങ്ങളെ മുന്നിലിരുന്ന് സംസാരിക്കുന്നത് റെറ്റോറിയൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഈ വേദിയിൽ എൻ്റെ ദൗത്യം നിങ്ങൾക്ക് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അപ്പോൾ നമ്മുടെ റെറ്റോറിയുടെ കോഫൗണ്ടേഴ്സായ ലൈല മാം, റസീന മാം, ഇവർക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് വളരെ നല്ല സെഷൻ എടുത്തു തന്ന സെബാ മാമിനും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രോഗ്രാം ലീഡ് ചെയ്തു വന്ന് വെൽക്കം സ്പീച്ച് നടത്തിയ സുലൈഖ മാം, അവർക്കും വളരെയധികം നന്ദി അർപ്പിക്കുന്നു. അതിലുപരി നമ്മുടെ പരിപാടി വിജയകരമാക്കിയ ഇൻട്രഡക്ഷൻ സെഷനിലൂടെ അവരുടെ വിലപ്പെട്ട സമയം നമുക്ക് തന്ന് നമ്മുടെ പരിപാടി വിജയമാക്കിയ നമ്മുടെ ഓഡിയൻസിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇപ്പോൾ ലൈവിൽ വന്നവർക്ക് ഇപ്പോൾ അറിയിക്കുന്നു. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്തവരുണ്ടാവും. അവർക്കും അഡ്വാൻസ് ആയി നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്തുകൂടെ? എല്ലാവരും കോണ്ടാക്ട് നമ്പർ കണ്ടല്ലോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അവരുടെ കയ്യിലെത്തിയാൽ സുലൈഖ മാം പറഞ്ഞതുപോലെ നമ്മൾ പിൻവലിഞ്ഞാലും അവര് നമ്മളെ പിൻവലിയാൻ സമ്മതിക്കൂല. നമ്മുടെ സ്പീക്കിംഗ് സ്കില്ല് അവരെ ഇമ്പ്രൂവ് ആക്കി തരും. അവരുടെ കയ്യിൽ കിട്ടിയാൽ അവർ ഏറ്റെടുത്ത് ചെയ്തു തരും. പിൻവലിഞ്ഞ് പോകാൻ നോക്കും, പക്ഷെ അവരെന്തായാലും നമ്മളെ സമ്മതിക്കൂല. അപ്പൊ അവരുടെ ആ പിരിമുറുക്കത്തിൽ നമ്മൾ അങ്ങ് ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ നിലയിൽ ആയിപ്പോവും. നമ്മൾ അതിന് സാക്ഷികളാണ്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? ഐഡിയ ആരും ഒന്നും ഉത്തരം കൊടുക്കുന്നില്ല. നമ്മൾ ഷെമീന മാം ചോദിച്ചിട്ട് ആർക്കും പോകാനും താല്പര്യമില്ലേ? റെക്കോർഡ് തരാം കേട്ടോ. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസും നമ്മളെ ഗ്രൂപ്പിന്റെ ലിങ്കും ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ചോദിക്കാം കേട്ടോ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഓൺ ടുഡേസ് സെഷൻ ആർക്കെങ്കിലും? ഫീ ഉണ്ട് റഹീസ മാം. യെസ് നസീറ മാം പറയൂ. നസീറ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. സബാ മാമിനോട് എന്തോ ചോദിക്കാനുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നസീറ മാം, യു ഹാവ് സംതിങ് ടു ആസ്ക്? അറിയാതെ ഹാൻഡ് റൈസ് ചെയ്ത് പോയതായിരിക്കും. ആർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം കേട്ടോ. ഫീന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വാട്സാപ്പ് നമ്പർ ആണ്, അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി.
ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അയ്യോ, ആർക്കാണ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തേ? നസീറ മാം ഒന്ന് സംസാരിച്ചോ. ആ, യെസ്. ഓക്കെ മാം, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ, പറയൂ ഓക്കെ, മാം. നല്ലൊരു സെഷനാണ് ഇന്ന് സബാമൻ തന്നത്. ഞാൻ തേർഡ് ബാച്ച് സ്റ്റുഡന്റ് ആണ് റെട്ടോറിയന്റെ. നമ്മുടെ തേർഡ് ബാച്ചിലും കൂടിയുള്ള സബാമം അപ്പൊ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം സബാമം ആണല്ലോ ഇന്നുള്ള ഒരു ഇത്. കാരണം പൊതുവെ നേരം എന്നൊക്കെ പറഞ്ഞാല് ഉച്ചമയക്കത്തിലായിരിക്കും എല്ലാവരും. ആ ഒരു നേരാണല്ലോ. അപ്പോ ഞാനും തന്നെ ഒന്നും മയങ്ങിപ്പോന്ന് കരുതിയിട്ട് ഞാൻ അലാറം സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ കിടന്നത്. ഒരു 3 മണിക്ക് ഉറങ്ങി പോകുമെന്ന് കരുതിയിട്ട്. അതിന് മുന്നേ തന്നെ ഉണർന്ന് കേട്ടോ, ഫുൾ കേട്ടോ. സൂപ്പർ സെഷൻ. ആ ടു ലിസ്റ്റിന്റെ അതൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ കുറെ അറിയാത്ത പോയിന്റുകളുണ്ട്, അറിയുന്നതുണ്ട്. പക്ഷെ അറിയുന്നതായിട്ടും നമ്മൾ അത് ഫോളോ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. ഒന്നും കൂടി റിമൈൻഡ് തന്നതിനെ, ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയതിനെ സഭാ മാമിനും ഒരുപാട് താങ്ക്സ്. വെൽക്കം സ്പീച്ചും വോട്ട് ഓഫ് താങ്ക്സും പറഞ്ഞവർക്കൊക്കെ, ലൈല മാം, റസീന മാം പ്രത്യേകിച്ചും അവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മൾ സംസാരിക്കാനും ഇങ്ങനെ ഒരു വേദിയിൽ വന്നിട്ട് ഫീഡ്ബാക്ക് പറയാനൊക്കെ പഠിച്ചതും റെട്ടോറിയ ഈ കോഴ്സിൽ വന്നതിന് ശേഷമാണ്. ഓടിച്ചാടി ഹാൻഡ് റൈസ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു റസീന മാം, ലൈല മാം ആൻഡ് റെട്ടോറിയ ടീം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ, താങ്ക് യു. ഷെമീന മാം, വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ മാം, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? യെസ്. ഫീ വിചാരിച്ചിട്ട് ആരും ബാക്കൗട്ട് ആകണ്ട. ഫീ റിസൾട്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഫീ തുച്ഛമായ ഫീ ആണ്. ആ സമയത്ത് ഞാനും എനിക്കും തോന്നിപ്പോയി വലിയ ഫീ ആണ്. പക്ഷെ എന്നാലും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. റിസൾട്ടുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഫീ അല്ല, അത് ഫീ ആയി തോന്നിയിട്ടില്ല. എന്റെ അനുഭവം ഞാൻ പറയാണ്, ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്ന് പറയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. Okay, shall we wind up? Okay, tata, bye bye. Bye bye.